കാവേരിയുടെ പകയിൽ വെന്തുനീറി ജയപാലൻ. അങ്ങനെ ജയപാലൻ നുണയുടെ ഒരു കൂമ്പാരം തന്നെ കാവേരിയുടെയും കുടുംബാംഗങ്ങളുടെയും മുൻപിൽ അണിനിരത്തുന്നത് കാണാൻ സാധിക്കും. താൻ അധ്വാനിച്ചുണ്ടാക്കിയ തൻ്റെ വരുമാനത്തിൽ നിന്നും നേടിയെടുത്തതാണ് ഈ തോട്ടവും പറമ്പുമൊക്കെ എന്ന് നമ്മുടെ ജയപാലൻ കാവേരിക്കും വീട്ടുകാർക്കും മുൻപിൽ പറയുന്നു. കൂടാതെ ചുളുവിൽ വന്ന് ഈ സ്ഥലം അങ്ങനെ കൈക്കലാക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചോ? അതൊരിക്കലും പോസിബിൾ അല്ല. കാരണം ഞാൻ പണം എണ്ണിക്കൊടുത്ത് വാങ്ങിയ സ്ഥലമാണിത്. ഇവിടെ നിങ്ങളങ്ങനെ അധികാരം കാണിക്കാനൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാനായിട്ട് നോക്ക് എന്ന് പറയുമ്പോൾ കാവേരിയാണെങ്കിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ അച്ഛൻ്റെ പണം മൊത്തം നീ കൂടെ നിന്ന് സൗഹൃദം നടിച്ച് തട്ടിയെടുത്തിട്ട് ഇപ്പോൾ നീയാണെങ്കിൽ എന്തു ചെയ്യുന്നു? നീ ആ കാശ് വെച്ച് ഈ സ്ഥലം വാങ്ങി വെച്ചിരിക്കുന്നു. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ അവകാശപ്പെട്ട സ്ഥലമാണ്, ഞങ്ങൾക്ക് അവകാശപ്പെട്ട മണ്ണാണ്. ഇത് മര്യാദയ്ക്ക് തിരികെ തരണമെന്ന് പറയുന്നു. അപ്പോൾ ജയപാലനാണെങ്കിൽ സാധ്യമല്ല, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി, ഇവിടെ നിന്ന് കുരയ്ക്കാതെ എന്ന് പറയുമ്പോൾ കാവേരിക്കാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ദേഷ്യം വരുന്നുണ്ട്. കാവേരിയാണെങ്കിൽ വായെ തോന്നിയതെല്ലാം ജയപാലനെ വിളിച്ചു പറയുകയും കൂടാതെ ചാടി ജയപാലനെ കുത്തിന് പിടിക്കുകയും കഴുത്തിന് മർദ്ദിക്കുകയും ചെയ്യുന്നൊരു കാഴ്ച ഒടുവിൽ കാണിപ്പെട്ട്, അതായത് ഒരു വിധത്തിലാണ് ജയപാലൻ കാവേരിയിൽ നിന്നും രക്ഷപ്പെടുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സബ്സ്ക്രൈബ്.